ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് അൽബേനിയയിലാണ്. അൽബേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയാണ് കേട്ടോ. യൂറോപ്യൻ കൺട്രിയാണ്. അത് നമ്മളെ ഗ്രീസ്, അതുപോലെ തന്നെ ഇറ്റലി, അതുപോലെ കൊസോവോ പോലുള്ള രാജ്യങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. യൂറോപ്യൻ യൂണിയൻ കൺട്രിയാണ് അൽബേനിയ എന്ന് പറയുന്നത്. അൽബേനിയയിലെ ടിറാന എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണുള്ളത്. ടിറാന വളരെ ചെറിയൊരു ഒരു സിറ്റിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ. യൂറോപ്പിൽ തന്നെ ഒരുപാട് ആളുകൾ ടൂറിസ്റ്റിന് വരുന്ന ഒരു രാജ്യമാണ് അൽബേനിയ. ഞാനിപ്പോൾ ഉള്ളത് അൽബേനിയയുടെ ടിറാനയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണുള്ളത്. ഇവിടെ അടുത്ത് മ്യൂസിയം, അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ടിറാന ഞാനിപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്കിവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, WBU എന്ന് പറയുന്നത്, വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇത് ബാൽക്കൻ കൺട്രി കൂടിയാണ് അൽബേനിയ എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് അൽബേനിയയിലെ WBU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ്, വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. യൂറോപ്പിൽ പോയി പഠിച്ച് യൂറോപ്പിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ബെസ്റ്റ് ഓപ്ഷനാണ് വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതും നമ്മുടെ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ പോലുള്ള കോഴ്സുകളാണ് ഇവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം WBU എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ, അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ അമേരിക്കൻ ഹോസ്പിറ്റലുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിൽ. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലാണ് യൂണിവേഴ്സിറ്റി. യൂറോപ്പിൽ അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ഈ യൂറോപ്പിൽ പഠിച്ച് യൂറോപ്പിലൊക്കെ പോയിട്ട്, അതായത് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ WBUയിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. കാരണം ഇവർ പഠിക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ നമ്മൾ ജർമ്മനിയിലോ ഇറ്റലിയിലൊക്കെ പോകണമെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം. ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഇവിടെ വന്ന് ഇവർക്ക് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ജർമ്മൻ ലാംഗ്വേജും ഇറ്റാലിയൻ ലാംഗ്വേജും ഇവർ ഫസ്റ്റ് ഇയർ മുതൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവർ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WBUയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിക് പ്രോഗ്രാമാണ്. അതായത് പഠിക്കുന്നതോടൊപ്പം തന്നെ പെയ്ഡ് ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ട് പഠിക്കാവുന്ന ഒരു ഓപ്ഷനാണ് WBU ഓഫർ ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് 3 ഫാക്കൾട്ടിയാണുള്ളത്. മെഡിസിൻ, എക്കണോമിക്സ് ആൻഡ് ടെക്നോളജി പോലുള്ള 3 ഫാക്കൾട്ടിയാണ് ഇവർ റൺ ചെയ്യുന്നത്. ഇതൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇവിടെ ഈ കോഴ്സുകൾ പഠിപ്പിച്ചിട്ട് ഇവരുടെ തന്നെ കീഴിലുള്ള ഹോസ്പിറ്റൽസിൽ ഇവർക്ക് ജോബ് കോൺട്രാക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയുടെ എയിം എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് അൽബേനിയയിൽ തന്നെ ഏകദേശം 6 ഹോസ്പിറ്റലും 30 എബോവ് ക്ലിനിക്കൽ വരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള കൊസോവോ, അതുപോലെ ഗ്രീസ്, അതുപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ ഹോസ്പിറ്റൽസ് ഉള്ള വെരി ബിഗ് ഗ്രൂപ്പാണ് ഈ യൂണിവേഴ്സിറ്റി ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ECTS സിസ്റ്റം, അതായത് ഓൾ ഓവർ ദ യൂറോപ്പിൽ കൊടുക്കുന്ന സെയിം സിസ്റ്റമാണ് ഇവർ ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് യൂറോപ്പിലും അതുപോലെ ഓൾ ഓവർ ദി യൂറോപ്യൻ കൺട്രിയിൽ വാലിഡ് ആയിട്ടുള്ള ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള കുട്ടികളൊക്കെ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് ജർമ്മൻ പോലുള്ള രാജ്യങ്ങളൊക്കെ പോകാറുണ്ട്. അത് ഹൗസ് ബിൽഡിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ. ഇവിടെ അതല്ല, നഴ്സിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ബാച്ചിലർ കോഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ക്രെഡിറ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ദ വേൾഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സുകളുണ്ട്, നാനോ ടെക്നോളജി പോലുള്ള കോഴ്സുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ന്യൂജൻ ആയിട്ടുള്ള കോഴ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഇവർക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ 6 ഹോസ്പിറ്റലുണ്ട്. പക്ഷേ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ തൊട്ടടുത്താണ്, ഇത് പക്ക സിറ്റിയിലാണ്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ദൂരമാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ
അൽബേനിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിറാനയിലാണ്, അൽബേനിയയുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ടുള്ള, ഭയങ്കര സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ മെഡിസിൻ പോലുള്ള കോഴ്സുകളുണ്ട്, മെഡിസിൻ, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, BPT. അതുപോലെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫാർമസി, ഇവരുടെ ഫാർമസി ഭയങ്കര നല്ല പ്രോഗ്രാമാണ് ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിട്ട് ടൈപ്പും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഉള്ളൊരു ഗ്രൂപ്പ് കൂടിയാണ്. അപ്പോൾ B.Pharm ഒക്കെ നോക്കുന്നവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലബോറട്ടറി ബ്ലോക്ക് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഒത്തിരി ഉണ്ട് ഇവിടെ. ഇതൊക്കെ ലബോറട്ടറി ബ്ലോക്കാണ് വരുന്നത്. ഇത് അനാട്ടമി ലാബ്, നഴ്സിങ്ങും അതുപോലെ മെഡിസിൻ, പാരാമെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ലബോറട്ടറി ബ്ലോക്കാണ്. ഇവിടെ ഫുള്ള് ലാബ്സാണ്. ഇതാണ് നമ്മുടെ അനാട്ടമി ലബോറട്ടറി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അനാട്ടമി ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെയാണ് അനാട്ടമി ഇപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിനും പാരാമെഡിക്കൽ മെഡിസിൻ സ്റ്റുഡൻസിനൊക്കെ അനാട്ടമി ബ്ലോക്കാണ് വരുന്നത് കേട്ടോ യൂണിവേഴ്സിറ്റിയുടെ. അതിനകത്ത് ഒരുപാട് എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിലായിട്ട് സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ട്. ഒരുപാട് ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ട് എടുക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഇല്ലാത്ത സമയത്തൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഇത് അനാട്ടമി ലാബിലെ അനാട്ടമൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ സ്ക്രീനിൽ കറക്റ്റ് കിട്ടും. ഇപ്പോൾ ഇത് ഓഫാണ്, അതിൻ്റെ സ്ക്രീന് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ പാർട്സിനെ കുറിച്ചിട്ടും അതുപോലെ നെർവ്സിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനാട്ടമിക് ടൂളാണിത് കേട്ടോ. ഹിസ്റ്റോളജി ആൻഡ് പാത്തോളജി ലാബാണ് ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ അതേപോലെ കെമിസ്ട്രി ലാബ്, അതുപോലെ ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ ഫാക്കൽറ്റി നഴ്സിംഗ് ലാബ്, എല്ലാ ലാബും ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലായിടത്തും ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം നമുക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ലാബ്സൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാബാണ്. നല്ല ക്ലീനാണ്, നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാബാണ് സ്റ്റുഡൻസിന്. ഇത് അതേപോലെ ഫിസിയോളജി ലാബാണ്. അതുപോലെ ബയോകെമിസ്ട്രി ലാബാണ്. ഇപ്പം ലെക്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റുഡൻസ് ലെക്ചർ ക്ലാസ്സിലിപ്പോൾ ഞാൻ പെർമിഷൻ ചോദിച്ചെടുത്താണ്. സ്റ്റുഡൻസ് ഇവരാദ്യം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ടീം എന്ന് പറഞ്ഞത് കാരണം ലാബിലൊക്കെ ഇതേപോലെ ഗ്രൂപ്പായിട്ടാണ് കേട്ടോ സ്റ്റഡീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് സ്റ്റഡീസ് വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ബയോകെമിസ്ട്രി ലാബിൽ 6-7 പേര് വരുന്നൊരു ഗ്രൂപ്പാണ്. അതുപോലുള്ള ഗ്രൂപ്പ് സ്റ്റഡിയാണ് വരിക. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ, അതായത് ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്ന 3 ഫാക്കൽറ്റി ആണല്ലോ. അതിൽ മെയിനായിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലാബാണിത്. യു ക്യാൻ സീ ദ ലൈബ്രറി. ഇതാണ് സ്റ്റുഡൻസിൻ്റെ ലൈബ്രറി വരുന്നത് കേട്ടോ. സ്റ്റുഡൻസ് ഇല്ല, ലൈബ്രറി ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ഉള്ളതിൽ ഒരു ലൈബ്രറിയുടെ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്ത് പഠിക്കാനും നോട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 സ്റ്റഡി റൂംസ് ഉണ്ട്. അതേപോലെ തന്നെ അറ്റ് എ ടൈം 100+ സ്റ്റുഡൻസിന് ഇരുന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ്. വളരെ നല്ല രസമായിട്ടാട്ടോ ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് സ്റ്റുഡൻസ് ആണെങ്കിലും നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാ ബുക്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്സും അതുപോലെ ഇൻ്റർനാഷണൽ ഓതേഴ്സിൻ്റെ ഒക്കെ ബുക്സ് ഇവിടെ അവൈലബിൾ ഉണ്ട്. മെഡിസിനും പാരാമെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബുക്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇവിടെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒരുപാട് കമ്പ്യൂട്ടർ ലാബ്, ഫിസിയോതെറാപ്പി ലാബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക്
അവിടെയൊക്കെ ക്ലാസ് കാര്യങ്ങൾ നടക്കുന്ന കാരണം നമുക്ക് എടുക്കാവുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദെൻ ഇതാണ് നമ്മുടെ ഇത് ക്ലാസ് റൂംസ് ആണ് കേട്ടോ. ക്ലാസ് റൂംസ് നമുക്ക് ഇങ്ങനെയാണ് വരിക, കണ്ടില്ലേ, ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ക്ലാസ് റൂംസാണ്. മോണിറ്റർ, ഡിജിറ്റൽ ക്ലാസ് റൂംസാണ് കേട്ടോ വരിക. ഇതൊരു ക്ലാസ് റൂമാണ് കേട്ടോ. ഇവിടെ ഇപ്പം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ക്ലാസ് റൂമിൽ സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ക്ലാസ് ടൈം അല്ല, അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായി എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ ക്ലാസ് റൂംസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കോൺഫറൻസ് ഹോളൊക്കെ വരുന്നുണ്ട്. ക്ലാസ് റൂംസൊക്കെ ഗ്രൂപ്പായിട്ടാട്ടോ. അപ്പം ഞാൻ നേരത്തെ മെഡിസിൻ്റെ ഒക്കെ ഗ്രൂപ്പായിട്ട് വേറെ രീതിയിൽ ചെറിയ ക്ലാസ് റൂംസാണ് വരുന്നത്. ഇത് കോൺഫറൻസ്, എന്തെങ്കിലും കോൺഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടാവുക. WBയിലെ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലിനകത്താണ് കേട്ടോ. ഇതാണ് ഹോസ്റ്റൽ. ഇത് 3 പേര് സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ റൂമാണ്. സ്റ്റഡി ടേബിള് കാര്യങ്ങൾ, വാർഡ്രോബ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതുകൂടാതെ ഇവർക്ക് സ്റ്റഡി, അതുപോലെ കിച്ചൺ തൊട്ടടുത്തുണ്ട്. കിച്ചണ് കാര്യങ്ങൾ, ഫ്രിഡ്ജ്, അതുപോലെ ടേബിള്, സ്റ്റഡി, ഇവിടെയും പഠിക്കാനുള്ള സൗകര്യങ്ങൾ. 3 പേരുടെ റൂമാണ് കേട്ടോ. 3 പേർക്കുള്ള സൗകര്യങ്ങളാണിത്. ഇതിന് മന്ത്ലി ഇവർക്ക് പേയ്മെൻറ്റ് വരുന്നത് €500 ആണ് വരിക. €500. നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ 3യുടെ മുന്നിലാണ്. 3ാമത്തെ ഹോസ്പിറ്റലാണിത്. നമുക്ക് എല്ലാ ഹോസ്പിറ്റലും കാണണമെന്നുണ്ട്, പക്ഷേ ടൈമില്ലാത്ത കാരണം നമ്മൾ ഓരോ ഹോസ്പിറ്റലാണ് കാണുന്നത്. പക്കാ സിറ്റിയിലാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. ഇത് ഫ്രണ്ടേജാണ്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആണ് ജസ്റ്റ് എടുത്തത്. ഇനി ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാം. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ടിറാനയിലാണ്. ടിറാനയിൽ നമ്മൾ അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ 3ാമത്തെ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവർക്ക് ഏകദേശം അൽബേനിയയിൽ 6 ഹോസ്പിറ്റലും 30+ ക്ലിനിക്കും ഉള്ള ഒരു ഗ്രൂപ്പാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്. ഇത് ഇവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് USA അതുപോലെ തന്നെ അൽബേനിയയിലൊക്കെ ഉള്ള ടീമാണ്. വലിയൊരു ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റലാണിത്. ഇവർ 2006 കേട്ടോ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. 2006 ഇവർ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ഇത് നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ആസ്റ്റർ ഗ്രൂപ്പ് പോലെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്. ഇറ്റ്സ് എ വെരി ബിഗ് ഗ്രൂപ്പ്. ഇവർ നമ്മളെ വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റിയുടെ ടീം തന്നെയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഹോസ്പിറ്റല് നല്ല പേഷ്യൻസ് ഉള്ള, അപ്പോൾ ഞാൻ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് കണ്ടു. ഏകദേശം 30 എബോവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്. അത് ടിറാന സിറ്റിയിൽ തന്നെയാണ് വരുന്നത്. അവർക്ക് ടിറാന സിറ്റിയിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഹോസ്പിറ്റൽസ് വരുന്നത്. പക്ക സിറ്റിയിൽ തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് കൊസോവോ, മെക്കഡോണിയ, ഗ്രീസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ പേഷ്യൻസ് വരുന്ന അല്ലെങ്കിൽ സർജറിക്കൊക്കെ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പുറത്തുള്ള ഇപ്പോൾ യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലും അതുപോലെ തന്നെ UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് WB എന്ന് പറയുന്നത്. കാരണം ഇവരുടെ ക്ലിനിക്കൽ കാര്യങ്ങളെല്ലാം ഈ ഹോസ്പിറ്റലാണ് വരിക. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് കാണാം. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു ഹോസ്പിറ്റൽ കോർഡിനേറ്റർ ആയിട്ടാണുള്ളത്. പുള്ളി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. Okay, so we are here at American. So your name? My name is Albert. I'm operational senior coordinator of hospital. Right now we are in American Hospital number 3, and we got 3 big hospital in Tirana, capital, and we got other medical clinics all around the country, all around Albania. From 2017 we have opened doors for citizens in American Hospital 3, and from 70 years now we got American Hospital Group. It's the first and the biggest private hospital group in Albania, the one that has offered for the first time ever in Albania all the procedures that before was not able to do in our country, and people needs to go differently country like Turkey, Italy, or other country in Balkan. European country also. Europe, yeah, of course, like coronarography, angiography, and etc.
those procedures that are very as emergency and that are life savings. All around we can see a little bit about hospital, all the departments that we have here, what we offer here in our hospital, our devices, medical devices, our doctors, and of course the possibility of making practice or working here in our hospital. How many departments here? I think Probably right now all the departments, so we can including emergency 24/7, trauma, cardiology, neurology, and all the other general surgery, and all the other departments depends by the clinic of the patient. So how is patient flow? How is sorry. how many? Beds. Yeah. We have here in American Hospital 3 probably more than 130 beds in total, and what needs to say is that every room is private, so every patient has a private room and a private bathroom for making the best accommodation during the hospitalization in hospital. You are giving good service for It's the excellent service right now. It's the top hospital in Albania, so we're trying to make every patient to feel as good as we can in general condition. Thank you sir. And see here our Departments. friends here from emergency, lab analysis, cardiology, cardiosurgery, general surgery, plastic surgery, orthopedic, obstetric, gynecology. So this is Poliklinika. This is the main center of hospital. We got here different entries. When people came from emergency, people came from the middle, and people came from the biggest entry. And here in Poliklinika, we make the visits with our doctors as outpatient. Even more, we can make here checkups. We make different radiology examination, and for more, when we make a hospitalization of a patient, we go upstairs in the ward or in the intensive care. So we can see little by little different parts of Poliklinika. ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നല്ല തിരക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇത് നമ്മുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആട്ടോ. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണാം. Scan when we make examination for our outpatient or our inpatient, depends if there is emergency, if there is a patient from intensive care, or if a patient who just want to make the examination by the recommendation of other doctors. Who have the last words of technology? Mission is very expensive mission, right? Yes, all the devices, all the machines are expensive, are the last words of technology, and are all updated to make the best of their product. So less radiation and more fit for the patient. ഇത് അമേരിക്കൻ ഹോസ്പിറ്റലിന്റെ അമേരിക്കൻ വുമൺ ഹെൽത്ത് കെയർ സെന്റർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആയിട്ടുള്ള വുമൻസിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് ന്യൂ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് വേറെ തന്നെ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. Consulting room. Yes, consulting room, and after if doctor need to make more tests, we have ultrasound, and to see by the echo how the patient is general condition and what doctor recommends for the other visits in even more. So this is stroke center, the only one in her way in Albania and all the region. That means Kosovo, Montenegro, Macedonia, and more. We treat here all problems, neurological problems, most of the stroke that can be ischemic, that can be hemorrhagic, and all the patients that come with emergency, we treat here doing endovascular procedures that can save their life in the best way. Twice, we have, if it's possible, we can make
classical neurosurgery, one of the best neurosurgeons here in Romania. I would like to show you operating room, how we do the procedures from angiography and mechanic thrombectomy and embolization with coiling of neurosurgery. നമ്മൾ നേരത്തെ സാർ പറഞ്ഞ പോലെ ന്യൂറോ സർജറിക്ക് നമ്മൾ ഇവരുടെ അയൽരാജ്യമായിട്ടുള്ള കൊസോവോ, മെക്കഡോണിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് രാജ്യത്തുനിന്ന് ആളുകൾ ന്യൂറോ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഇതാണ്. കാരണം ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ന്യൂറോ സർജറി ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിപ്പോൾ കാണുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ കാണാൻ ഫ്രീ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ജസ്റ്റ് വീഡിയോ എടുക്കുന്ന എന്നുള്ളതാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, പാരൻസിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ജസ്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഒരു അൽബേനിയയിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അൽബേനിയയിലാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് വരുന്നത്. This is an emergency department. Right? This is emergency department, aid for the patient, and after that the patient can go in different departments, depends by the condition. നമ്മുടെ ആൽബർട്ട് സാറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പുള്ളി ഭയങ്കര തിരക്കുള്ള ഹോസ്പിറ്റലിലെ ഫുൾ ഇൻചാർജ് ആൽബർട്ട് സാറിനാണ്. ആ തിരക്കിനിടയിൽ സാറ് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. Thank you. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റി ഒക്കെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അഡ്മിഷന് വേണ്ടി സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഒരു ഹോസ്റ്റൽ ഞാൻ കണ്ടു, ഹോസ്റ്റലൊക്കെ നല്ല ഹോസ്റ്റലാണ്. അപ്പം യൂറോപ്പിൽ പഠിച്ച് യൂറോപ്പിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അഡ്മിഷന് വേണ്ടി സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള അഡ്മിഷൻ പ്രൊസീജിയർ മുതലുള്ള എല്ലാ സർവീസും സ്റ്റഡി ലിങ്ക്സ് തന്നെ ചെയ്തു തരും. പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇവിടെ നമ്മൾ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ UK, അതുപോലെ UK ഒക്കെ വളരെ തൊട്ടടുത്താണ്. അതുപോലെ യൂറോപ്പ്, ഗ്രീസിലൊക്കെ ഉള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റ് പ്രസൻ്റ്ലി. അപ്പോൾ അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഈ വർഷം മുതൽ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അതുപോലെ അഡ്മിഷനെ കുറിച്ചും സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ്, മുഹമ്മദ് റാഫി.